ഇനി എങ്ങനെയാണ് ഇതിൽ മതസംഘടനകളുടെ ഉത്തരവാദിത്വം പറഞ്ഞുതരാം. ഇവിടെയാണ് ഞാൻ ദഅവ സംഘം എന്ന കുറുവ സംഘത്തെ കുറിച്ച് പറയുന്നത്. ദഅവത്ത് എന്ന ആഭാസം അത് കോളേജുകളിലും സ്കൂൾ കുട്ടികളിലും സഹപാഠികളെ ദഅവത്ത് നടത്താൻ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിക്കണം എന്ന് എന്റെ അഭിപ്രായം. വർഗീയവാദ കേന്ദ്രങ്ങളായി, മതസ്പർദ്ധ വളർത്തുന്ന കേന്ദ്രങ്ങളായി ദഅവ കോളേജുകളെ പരിഗണിക്കുകയും ദഅവ കോളേജുകളുടെ സിലബസുകൾ അടിയന്തരമായി ഗവൺമെന്റ് പരിശോധിക്കുകയും മതപരിവർത്തനം നടത്താൻ പരിശീലനം നൽകിയ കുട്ടികളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കും നിയോഗിക്കുന്ന മതസംഘടനകളെ നിരോധിക്കുകയും അവരെ കർക്കശമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് വിധേയമാക്കുകയും വേണം. ഇതെന്റെ അഭ്യർത്ഥനയാണ്. ഇത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി, സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സമൂഹത്തിനു വേണ്ടി, ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തിൽ സൗഹൃദത്തോടെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ള കാര്യമാണ്. ദഅവ കോളേജുകളുടെ പ്രവർത്തനം കർക്കശമായ മോണിറ്ററിംഗിന് വിധേയമാക്കണം. ഒരു ഗ്രീൻ വാലി പൂട്ടിയത് പോപ്പുലർ ഫണ്ട് പൂട്ടി എന്ന് പറഞ്ഞിട്ട് പേരെടുക്കാൻ ശ്രമിച്ചോട് കാര്യമില്ല. ഓരോ ദഅവ കോളേജുകളെയും അവരുടെ സിലബസുകൾ, അവരുടെ പഠന രീതികൾ, അവരുടെ ലക്ഷ്യം, അവരുടെ പ്രവർത്തനം, കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന അധ്യാപകരെയും സ്ഥാപനങ്ങളെയും ജയിലിലടക്കണം, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി അധ്യാപകരെ ജയിലിലാക്കണം. മതപരിവർത്തനം നടത്താൻ കുട്ടികളെ ഏൽപ്പിക്കുന്ന ആളുകളെ തുറങ്കിലടക്കണം. ഇല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഇതിന് കേവലമായ ലവ് ജിഹാദ് എന്ന ആക്ഷേപം ഉയർത്തി ആക്രോശമുണ്ടാക്കി മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പടർത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇവിടെ ഇതിന് ഇരകളാക്കപ്പെടുന്നവരിൽ മുസ്ലിങ്ങളും പെടും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വേണ്ടത് സമാധാനത്തോടെ ആഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഈ കാര്യത്തിൽ ഇടപെടാനുള്ള ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. ക്ഷുദ്രജീവികളെ തുരത്താൻ അതത് സമുദായങ്ങൾ മുൻകൈയെടുക്കണം എന്ന ഉണർത്തലാണ്. അടിയന്തരമായി കേരളത്തിലെ ദഅവ കോളേജുകൾ അടച്ചുപൂട്ടണം. കാരണം ദഅവത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകളെ പരിശീലിപ്പിച്ച് ഇറക്കി വിട്ട് കച്ചവടം നടത്താനുള്ളതാണ് എങ്കിൽ അതിനെ തടയിടുക തന്നെ വേണം. ദഅവ കോളേജുകളാണ് കേരളത്തിലെ എല്ലാ ഫസാദുകളുടെയും കേന്ദ്രം. ദഅവ കോളേജുകളും അൽ ഫിത്ര എന്ന് പറയുന്ന പ്രീ പ്രൈമറി മദ്രസ സംവിധാനവും നിരോധിക്കണം. ഗവൺമെന്റ് ഇടപെടണം. അടിയന്തരമായി ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഡി ദഅവ എന്ന് പറയുന്ന ക്യാമ്പയിൻ എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും എന്തുകൊണ്ട് ഞാൻ ആലോചിക്കുന്നു എന്നും ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അല്ലാതെ ഒരു മുസ്ലിം കുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിനെ പ്രണയിക്കുമ്പോഴത്തേക്ക് ലവ് ജിഹാദ് എന്ന് നിലവിളിച്ചോടാൻ എന്നെ കിട്ടില്ല. അതേസമയത്ത് ഇത്തരം കാര്യങ്ങളിൽ ലവ് ജിഹാദ് എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനും കഴിയില്ല. അതുകൊണ്ട് ഇതിന്റെ ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ സംശയത്തോടെയും ഭയത്തോടെയും മാത്രം നോക്കിക്കാണുന്ന ഇതര മതസമൂഹം ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാം.